ഹലോ, നമ്മുടെ ജാസ്മിൻ ഫ്ലവറിൻ്റെ മേക്കിംഗ് വീഡിയോസൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ. ബഡ്സും ജാസ്മിനും കനകാമ്പരവും എല്ലാം നിങ്ങളിപ്പോൾ മേക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾക്കിത് എങ്ങനെ കെട്ടിയെടുക്കാം, അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഓർഡറൊക്കെ വരുന്ന സമയത്ത് ഈ മെഷീൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കൂടുതൽ ഫ്ലവർ മേക്ക് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ ഫോമറിൻ ഷീറ്റാണിത്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണേ നോക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ അതുപോലെ ഒരു വലിയ സ്കെയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്കെയിലിന് എത്രയാണ് സെൻറ്റിമീറ്റർ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. സാധാരണ ചെറിയ സ്കെയിൽ എടുത്തിട്ട് കാര്യമില്ല, നമുക്കിതൊരു 4 സെൻറ്റിമീറ്റർ വിട്ട് വരണം. കണ്ടോ, ഇത്രയും ഇത് വരുമ്പോൾ 4 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി വരുന്നത്. അത്രയും വീതിയുള്ള സ്കെയിൽ എടുക്കുക. നമ്മുടെ ഇതുപോലത്തെ ചെറിയ സ്കെയിൽ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു വീതിയിൽ അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്ററിൽ നിങ്ങൾ എന്തെങ്കിലും കുറച്ച് ലെങ്ത്തിൽ കാർഡ്ബോർഡോ എന്തെങ്കിലും കട്ട് ചെയ്ത് വെക്കുക. പക്ഷേ അതിലും നല്ലത് ഇതുപോലത്തെ സ്കെയിലാണ് കേട്ടോ. നമുക്കപ്പോൾ അത് സ്റ്റഡി ആയിട്ട് നിൽക്കും, എല്ലാ സൈഡും കട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇത് വയ്ക്കുക, കറക്റ്റ് ആ ഒരു 4 സെൻറ്റിമീറ്ററിൽ നമ്മളത് പിടിക്കുക, അറ്റമൊക്കെ കറക്റ്റാക്കി പിടിക്കുക. അതിന് ശേഷം ഇതുപോലത്തെ പേപ്പർ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുക. കത്രിക വെച്ച് കട്ട് ചെയ്യണേലും ഈസിയുമാണ്, പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാനും പറ്റുന്നത് നമ്മുടെ പേപ്പർ കട്ടറാണ്. അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഒരുപാട് കട്ട് ചെയ്ത് വെക്കാം. ആദ്യം തന്നെ കുറേ ഷീറ്റുകൾ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ കണ്ടു, ഇതുപോലെ ഒരു പീസ് കിട്ടും. ഈ ഒരു പീസാണ് നമുക്ക് ഫ്ലവർ കറക്റ്റായിരിക്കും, നമ്മുടെ ആ ഒരു മെഷീനിലേക്ക് കറക്റ്റായിരിക്കും. അതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ തന്ന പേപ്പർ പാറ്റേൺ വെച്ചിട്ടും കട്ട് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 2 ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മെഷീനിൽ വെച്ച് കട്ട് ചെയ്യുമ്പോഴും 2 ഷീറ്റ് വെച്ച് കട്ട് ചെയ്യായിരിക്കും കേട്ടോ കുറച്ചും കൂടി ഈസി. നമുക്ക് പെട്ടെന്ന് 2 ഫ്ലവർ ഒറ്റ ഇതിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതുപോലെ 2 ഷീറ്റ് ഒരേ സൈഡൊക്കെ ലെവലാക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ മെഷീനിലേക്ക് വെക്കുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ 2 ഫ്ലവർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് കുറേ ഫ്ലവറുകൾ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ പാറ്റേൺ വരയ്ക്കുമ്പോൾ നമുക്ക് 2 ഷീറ്റ് വെച്ച് നമുക്കത് കറക്റ്റ് കിട്ടില്ല. പക്ഷേ മെഷീനിൽ നമുക്കിത് 2 ഷീറ്റായിട്ട് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അതെ, ജാസ്മിനും ഞാൻ കാണിച്ചു തരാം. ജാസ്മിൻ ഞാൻ ഒറ്റ ഷീറ്റിലാണ് കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഷീറ്റുകൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ഫ്ലവറുകൾ മേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിൽ മാല എങ്ങനെയാണ് കെട്ടിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മാല കെട്ടുന്ന നൂലാണ് കേട്ടോ ഇതിങ്ങനെയാണ് റോളായിട്ടാണ് വരിക. അപ്പോൾ അതെടുക്കുക. അത് ആദ്യം തന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന 2 മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ആദ്യം ഇതുപോലെ നമ്മളൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. ത്രെഡ് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് അവസാനം ഫ്ലവറൊക്കെ മേക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ മടക്കി വെച്ചു. അതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. മടക്കിയിട്ട് നമ്മളിങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കുക. രണ്ടും ഒരേ ലെങ്ത്തിലായിരിക്കണം, വീതി കൂടാൻ പാടില്ല. അതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഫ്ലവർ ഒന്ന് വെച്ച് കൊടുക്കുക. ജസ്റ്റ് വലിച്ചു കൊടുക്കുക, ടൈറ്റ് ആവും. ഇതാണ് ഒരു മെത്തേഡ്. നമ്മൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇതിലും കൂടുതൽ ചെയ്യുന്നത് അടുത്ത മെത്തേഡാണ്. അതാണ് കുറച്ചും കൂടി നല്ല കട്ടിയിലൊക്കെ നമുക്ക് കോർത്തെടുക്കാൻ പറ്റുന്നത്. കണ്ടോ, ഇതുപോലെ ഒന്ന് മടക്കുക, അടുത്തത് ഇതുപോലെ ഒന്ന് മടക്കുക. രണ്ടും ഒരേ വിട്ടിൽ തന്നെ പിടിക്കുക. അതിനുശേഷം അതിലേക്ക് ഫ്ലവർ വെച്ച് കൊടുക്കുക, വലിച്ചു കൊടുക്കാം. എളുപ്പം ഇതാണ്, വേഗം ചെയ്യാൻ എളുപ്പം ഇതാണ്. പക്ഷേ കുറച്ചും കൂടി നമുക്ക് നല്ല കട്ടിയിലൊക്കെ കിട്ടേണ്ടത് നമ്മൾ രണ്ടാമത് ചെയ്യുന്ന മെത്തേഡിലാണ് കേട്ടോ. ഇത് വലിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ ഫ്ലവറിന് നമ്മൾ ആദ്യം ചെയ്ത ഫ്ലവറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചിട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കെട്ടി കൊടുക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അടുത്ത മെത്തേഡ് കുറച്ച് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ സ്പീഡിൽ ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടും നല്ല കട്ടിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന അടുത്ത മെത്തേഡാണ്. അപ്പോൾ അത് നോക്കിക്കോളൂ നിങ്ങൾ കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ വെറുതെ ഒരു കെട്ടിട്ടിട്ട് നമ്മൾ അതിലേക്ക് ഫ്ലവർ വെച്ചിട്ട് അതിനെ അതുപോലെ വലിച്ച് കെട്ടിട്ട് അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് ഊരിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച് തന്നതും ഇനി കാണിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യായിരിക്കും നല്ലത് കേട്ടോ. ഇനി നമ്മളത് ത്രെഡിനെ എങ്ങനെ വെക്കുക, ആദ്യം ഫ്ലവറിന് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിയിലും മുകളിലും നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഫ്ലവറിനെ പിടിച്ചിട്ട് നമ്മുടെ ആ ഒരു ത്രെഡിനെ ഇതുപോലെ ചുറ്റി കൊണ്ടുവരിക. അതിന് ശേഷം ഇതുപോലെ കണ്ടോ, ഈ ഒരു 3 വിരൽ വെച്ച് നമ്മൾ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇതിനൊന്ന് ബാക്കിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ 2 ഫ്ലവറിൻ്റെ സ്റ്റെമ്മും അതിൽ പെട്ടിട്ടുണ്ടോയെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് ശേഷം വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇതാണ് കുറച്ചും കൂടി നല്ലൊരു മെത്തേഡ്. ഇത് നിങ്ങൾക്ക് ആദ്യത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അതൊന്ന് വളച്ച് വെച്ച് കൊടുക്കാൻ. പക്ഷേ അത് ചെയ്ത് നമുക്ക് അത് പ്രാക്ടീസ് ആയാൽ ഈസി ആവും. ഇനി നമ്മളിത് ഇതുപോലെ ഫ്ലവറിൻ്റെ ആ ഒരു 2 സ്റ്റെമ്മും കൂടി വരുന്ന ഭാഗത്ത് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അതെല്ലാ ഫ്ലവറും ചെയ്യുമ്പോൾ നിങ്ങളിതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ അല്ലെങ്കിൽ B7000 ഗ്ലൂ ആയാലും യൂസ് ചെയ്യാം കേട്ടോ. അത് ഫ്ലവറുകൾ തമ്മിൽ വിട്ട് പോകാതിരിക്കാൻ, അകന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആ ത്രെഡിൻ്റെ ഭാഗത്ത് വേണമെങ്കിലും അവിടെയും ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ ത്രെഡ് വിട്ട് ഊരി പോവില്ല. ഇനി നമ്മൾ അടുത്തതും അതേപോലെ തന്നെ ഒരെണ്ണം മുകളിൽ നിന്ന് ഒരെണ്ണം താഴെ നിന്നും വെച്ച് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ത്രെഡിന് 2 സ്റ്റെമ്മിൻ്റെ ഭാഗത്ത് കൂടി അടിക്കോട് നമ്മൾ കോർത്ത് ഇങ്ങനെ എടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ഒരു 3 വിരൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന്
വളച്ച് കൊടുക്കുക. അതിന് ശേഷം കണ്ടോ അതെ തിരിച്ചിട്ടാണ് നമ്മൾ കോർത്ത് കൊടുക്കുന്നത്. അത് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിച്ച് പോയിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ ഫ്ലവറിൻ്റെ അടുത്തേക്ക് ഒന്ന് വെക്കുക, ത്രെഡ് വലിച്ചു കൊടുക്കുക. നമ്മൾ ഈ ത്രെഡ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. മാല കെട്ടുന്ന ത്രെഡ് എന്ന് പറഞ്ഞ് തന്നെ വാങ്ങിക്കണം. കാരണം ഇതിന് ഒട്ടും ഒരു ഷാർപ്നെസ് ഇല്ല. മറ്റേ നമ്മുടെ സാധാരണ നമ്മൾ സ്റ്റിച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ത്രെഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒരു വലിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അത് വലിഞ്ഞ് മുറുകുമ്പോൾ ആ ഒരു സ്റ്റെമ്മ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാല കോർക്കുന്ന ത്രെഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാം. നമുക്കത് വാങ്ങിക്കാൻ കിട്ടും ഷോപ്പുകളിൽ. ഇതുപോലെ നമുക്ക് ഈ ഒരു ഫ്ലവർ കോർത്തെടുക്കാം. കണ്ടോ ഇതുപോലെ രണ്ടും വയ്ക്കുക. ആദ്യം നമ്മൾ ഇതുപോലെ ചുറ്റിയിട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരിക. അതിന് ശേഷം നമ്മൾ ആ ഒരു 3 വിരൽ വെച്ചിട്ട് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ കോർത്ത് കൊടുക്കുക. അതിന് ശേഷം വലിക്കുക. എല്ലാത്തിൻ്റെയും സ്റ്റെമ്മുമ്മേ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അത് കൈയോടെ തന്നെ ചെയ്തു പോവുക. അപ്പോൾ നമ്മൾ ഫുള്ള് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഗ്ലൂ ഒക്കെ ഉണങ്ങി കിട്ടും. നല്ലപോലെ അടുപ്പിച്ചടുപ്പിച്ച് കോർക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ കെട്ടുന്ന സമയത്തും നന്നായിട്ട് അടുത്തല്ലേ ഫ്ലവർ ഇരിക്കുന്നതെന്ന് നോക്കണം. പിന്നെ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ലാസ്റ്റിൽ നമുക്കത് ശരിയാക്കാം. നമ്മൾ ഫ്ലവർ കോർത്ത് കഴിഞ്ഞിട്ട് അതിനൊന്ന് തിരിച്ച് നമ്മുടെ ത്രെഡിനൊന്ന് തിരിച്ച് കൊടുക്കുകയെ, അല്ലെങ്കിൽ നമ്മൾ ഫ്ലവർ ഒന്ന് എല്ലാം കെട്ടി കഴിയുമ്പോൾ ആ ത്രെഡ് ഒന്ന് ഇട്ടിട്ട് 2-3 വട്ടം ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കുകയൊക്കെ ചെയ്താൽ അത് ശരിയായി വരും. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത്. ഇതിപ്പോൾ നല്ലപോലെ അതുപോലെ ഒന്ന് ജസ്റ്റ് ഇതാക്കി കഴിഞ്ഞാൽ കണ്ടോ അത് അടുത്തടുത്ത് വരിക, ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് അടുത്ത് വരിക. അല്ലെങ്കിൽ ത്രെഡിനൊന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്താലും മതി. അത് ജസ്റ്റ് നമ്മളൊന്ന് 2-3 വട്ടം അതൊന്ന് തിരിച്ചു കൊടുത്താലും അത് ഓക്കെ ആയിട്ട് വരും. ചെറിയ ഗ്യാപ്പൊക്കെയാണ് നമുക്കതിൽ ശരിയാക്കാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്താൽ ശരിയാവില്ല കേട്ടോ. ചെറിയൊരു ഗ്യാപ്പൊക്കെ നമുക്ക് ലാസ്റ്റിൽ അതുപോലെ ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. കോർക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കോർക്കുക, ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ കോർക്കുക. കണ്ടോ അതുപോലെ തിരിച്ചാലും അത് ഓക്കെ ആയിട്ട് വരും. ത്രെഡൊന്ന് തിരിച്ച് ഫ്ലവറൊക്കെ ഒന്ന് തിരിച്ചു കൊടുത്താലും ആ ഗ്യാപ്പ് കുറഞ്ഞ് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഗ്ലൂവിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. അത് ആ കൈയോടെ തന്നെ ഒട്ടിച്ചൊട്ടിച്ച് പോവാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് ബെറ്ററായിട്ട് തോന്നുക, പെർഫെക്ഷൻ കിട്ടുക. നമ്മൾ കെട്ടി വരുമ്പോൾ പെർഫെക്ഷൻ കിട്ടുക ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിതേ കണ്ടോ ഇതുപോലെ ഞാൻ തിരിച്ചു കൊടുത്തത് അത് കറക്റ്റ് കെട്ട് നല്ല തിക്നെസ്സിൽ തന്നെ വന്നിട്ടുണ്ട്, നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയിലൊക്കെ ചെയ്യുമ്പോൾ അരമുഴന്നൊക്കെ പറയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ, ഇത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നാലും അത് കട്ടി വേണ്ടവർക്ക് കട്ടിയിൽ കെട്ടി കൊടുക്കാം, ഗ്യാപ്പിട്ട് വേണ്ടവർക്ക് ഗ്യാപ്പിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലവർ കെട്ടിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മാല കെട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോളൂ. അപ്പോൾ നമ്മൾ അതിന് റിപ്ലൈ തരാം. ഇനി ഡൗട്ട് എന്തെങ്കിലും വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജാസ്മിൻ ഫ്ലവറിൻ്റെ ഫ്രീ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ ചാനലിലുണ്ട്, ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.